ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർക്ക് ഇന്ന് 100ാം പിറന്നാൾ. ആഘോഷങ്ങളൊന്നുമില്ലാതെ ലളിതമായ ചടങ്ങുകളോടെയാണ് പിറന്നാൾ ആഘോഷം. കൃഷ്ണയ്യർക്ക് ആദരമർപ്പിക്കാൻ ഈ മാസം 15-ന് കൊച്ചി പൗരാവലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 100ാം വയസ്സിലും കർമ്മനിരതമായ ജീവിതം കൊണ്ട് ചുറ്റുപാടുകളെ ധന്യമാക്കുകയാണ് ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ. നീതിയുടെ പ്രകാശഗോപുരം, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ മുഖം എന്നിങ്ങനെ വിശേഷണങ്ങൾ ഏറെയുണ്ട് ജസ്റ്റിസ് കൃഷ്ണയ്യർക്ക്. പക്ഷേ എല്ലാ അലങ്കാരങ്ങൾക്കും വിശേഷണങ്ങൾക്കും അപ്പുറമാണ് കൃഷ്ണയ്യർ എന്ന മനുഷ്യൻ. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു സർക്കാർ പദവിയും ഏറ്റെടുക്കാതെ ജനമധ്യത്തിൽ നമുക്ക് കൃഷ്ണയ്യരെ കാണാം. കടമകളെയും അവകാശങ്ങളെയും പറ്റി ജനങ്ങളെ നിരന്തരം ഓർമ്മിപ്പിക്കുകയാണ് വി.ആർ. കൃഷ്ണയ്യർ. മനുഷ്യനെ മനസ്സിലോർത്ത് വിധിയെഴുതിയ ന്യായാധിപൻ എന്ന നിലയിൽ കൃഷ്ണയ്യർ ഏറെ ബഹുമാനം അർഹിക്കുന്നു. ചരിത്രത്തിന്റെ ഭാഗമായ വിധിന്യായങ്ങളിലൂടെ കൃഷ്ണയ്യർ മുന്നോട്ട് വെച്ചത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അന്തസത്ത തന്നെയായിരുന്നു. അത് ചിലപ്പോൾ ഭരണകൂടങ്ങളെ വിറപ്പിച്ചിട്ടുണ്ടാകാം. അടഞ്ഞ കാതുകളെയും അന്ധത അഭിനയിച്ച കണ്ണുകളെയും തുറപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ അവയെല്ലാം മനുഷ്യസ്നേഹം മൂറുന്ന സമാനതകളില്ലാത്ത നിയമവ്യാഖ്യാനങ്ങളായിരുന്നുവെന്ന് ലോകം സാക്ഷ്യപ്പെടുത്തുന്നു. 1957-ലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ അംഗമെന്ന നിലയിൽ കൃഷ്ണയ്യർ തുടങ്ങിവെച്ചത് 7 വകുപ്പുകളിലെ സമഗ്ര മാറ്റങ്ങളായിരുന്നു. തുടർന്ന് 1968-ൽ ന്യായാധിപനായതു മുതൽ സാധാരണക്കാരന്റെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ നിയമത്തിന്റെ കാർക്കശ്യത്തിനപ്പുറം പരിഗണിക്കാൻ കൃഷ്ണയ്യർ കാട്ടിയ ധീരത ചരിത്രത്തിൽ ഇടം നേടി. ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യരുടെ വിധിന്യായങ്ങൾ പരിഗണിക്കാതെ കടന്നുപോയ നിയമജ്ഞർ നമുക്ക് മുമ്പിലില്ല. കാരണം ആ വിധികൾ നീതിബോധത്തിന്റെ പാഠശാലകളായിരുന്നു. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട നിറവിലും എഴുതിയും പ്രസംഗിച്ചും നമ്മുടെ ഇടയിലുണ്ട് ഈ അതുല്യ പ്രതിഭ. റിപ്പോർട്ടർ, കൊച്ചി.